ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാനിന്ന് നല്ലൊരു ക്യാമ്പ് സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെയാണ് തിരിച്ചു വന്നത്. അവിടെ നിന്ന് മിനിഞ്ഞാന്ന് പോയി. ശനി ഞായറും അവിടെയായിരുന്നു. അടിപൊളി 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 കുഞ്ഞു സ്ഥലം. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് പോകാനായിട്ടും ഫ്രണ്ട്സായിട്ട് പോകാനായിട്ടും ഒരുപാട് പേർക്ക് പോകാൻ എല്ലാത്തിനും പറ്റിയ ഒരു നല്ല സ്ഥലം. ക്യാമ്പിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞ് അരുവികളില്ലേ, ആ അരുവിയുടെ തീരത്ത് കൊണ്ടുപോയി നമുക്കൊരു കൂര കെട്ടിയിട്ട് താമസിക്കാൻ പറ്റുമ്പം എല്ലാ ദിവസമല്ല, നമ്മുടെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ജോലിയിൽ നിന്നെല്ലാം അങ്ങനെയൊക്കെ ഇരിക്കാൻ പോകാൻ പറ്റിയ ഒരു സ്ഥലം. എന്നുവെച്ചാൽ മിക്ക ക്യാമ്പ് സൈറ്റിലും എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് ബീച്ചായിരുന്നു. അപ്പോൾ അവിടെ ഫിഷിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ബീച്ചുണ്ട്. പിന്നെ ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സോഴ്സാണ്. അത് നമ്മൾ ഒരുപാട് കാം ഡൗൺ ചെയ്യിപ്പിക്കും. അതിപ്പോൾ ബീച്ചാണെങ്കിലും പുഴയാണെങ്കിലും കായലാണെങ്കിലും അരുവിയാണെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ, വെള്ളച്ചാട്ടമാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു സോഴ്സ് തേടിയുള്ള ഒരു സെർച്ചിങ് ആയിരുന്നു ഞങ്ങൾ. ഈ ബീച്ച് ട്രിപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എവിടെ പോകണം, ഏത് ക്യാമ്പ് സൈറ്റിൽ പോകണം എന്നുള്ളപ്പം എൻ്റെ മനസ്സിൽ രാഗിയാണ് ആദ്യം പറഞ്ഞത്, എടി നമുക്ക് ഈ പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ അരുവിയുടെ ഒക്കെ തീരത്തോ പറ്റൂലേന്ന്. അങ്ങനെ ഉള്ള ഞങ്ങളുടെ ഇൻ്റർനെറ്റിലുള്ള സെർച്ച് അവസാനിച്ചത് ക്ലൗഡ് ഫാം ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്മോറാണ്. എക്സ്മോർ എന്നാണ് സ്ഥലത്തിൻ്റെ സ്ഥലം. അത് ഡെവോണിലും വെസ്റ്റ് സോമർസെറ്റിൻ്റെയും ആയിട്ടാണ്. അത് എവിടെയാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ കുറേ ക്യാമ്പ് സൈറ്റുകൾ കാണിച്ചു തന്നു. വേറെ ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ, പക്ഷേ അവിടെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫെലിക്സിന് അയച്ചു കൊടുത്തു. ഫെലിക്സിന് ഇത്രയും ദൂരം പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ബുക്ക് ചെയ്തു. ഇന്നലെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു, ഞങ്ങളെല്ലാവരും ഫ്രീ ആയിരുന്നു, ലീവ് എടുത്തു. അങ്ങനെ എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പം ബോയ്സ് പറഞ്ഞു, ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹസ്ബൻഡ്സ്മാർ പറഞ്ഞു പറ്റത്തില്ല, അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും നമുക്ക്, നമ്മൾ പെണ്ണുങ്ങളല്ലേ. അപ്പം ഞങ്ങളടുത്ത് വന്നപ്പോൾ ഞങ്ങളൊന്ന് ഗേൾസ് ഓൺലി ട്രിപ്പായിട്ടങ്ങ് പോയേക്കാന്ന് കരുതി. അപ്പം ഞാനുണ്ടായിരുന്നു, രാഖി ഉണ്ടായിരുന്നു. എസ്തർ പറഞ്ഞു ഈ ചുടത്ത് ക്യാമ്പിങ്ങിനൊന്നും ഞാൻ വന്നില്ല, എന്നെക്കൊണ്ട് വയ്യ കഷ്ടപ്പെടാൻ, അവിടെ പോയിട്ട് ചുടത്ത് കഷ്ടപ്പെടാൻ എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ പോലെ തന്നെ അവൾ മുങ്ങ് പറഞ്ഞു. അപ്പം കുറേ നിർബന്ധിച്ചു കേട്ടോ, ഞാൻ വന്നില്ല. അപ്പം ലോലേനെ ഇത് തന്നെ അവൾക്ക് വരണ്ട, അവൾക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ വരാം. അങ്ങനെ അവൾ സായനെ വിളിച്ചു. സായ റെഡിയാണ് വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സായയും ഞാനും എയ്മി എന്ന് പറഞ്ഞ രാഖിയുടെ മോള്, ഞാനും രാഖിയും കൂടെ കൂടി അങ്ങനെ ഒരു ട്രിപ്പ് പോയി മിനിഞ്ഞാന്ന്. സൂപ്പർ. എനിക്ക് വേർഡ്സ് ഇല്ല പറയാൻ. എല്ലാവരും ആ ക്യാമ്പിംഗ് സൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങൾ ഇത്രയും പേര് കൂടി 2 പിച്ച് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 92 pounds ആയത്. അത് ഞങ്ങൾ ഇലക്ട്രിക് പിച്ച് നോക്കിയാണ് എടുത്തത്. ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടൂല, അപ്പം ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ടായിരുന്നു. മറ്റേ ബീച്ചിൽ ക്യാമ്പ് സൈറ്റിൽ പോയപ്പോൾ അവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു പവർ ബാങ്കാണ്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് സോഴ്സ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റിയുടെ അവിടെ നിന്ന്. അപ്പം ഞങ്ങൾ ഇലക്ട്രിസിറ്റി നോക്കി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മലയുടെ മുകളിലാണ്. കുറേ പോഡുകളുണ്ടായിരുന്നു അവിടെ പോഡ് ഞങ്ങൾ ബുക്ക് ചെയ്തില്ല, കാരണം ചൂടല്ലേ. അഗെയിൻ നമ്മൾ ഈ ലണ്ടനിലെ ചൂട്, അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയും ചൂട് രാവിലെയും ചൂട് കാരണം നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ഈ അരുവി എല്ലാം പറ്റിയിട്ടുണ്ടാവും. അവിടെ ചെന്നിട്ട് ഈ ചൂടത്ത് അവിടെ പോയി ക്യാമ്പിന് കയറാനായിട്ട് വട്ടുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം നമ്മൾ പോകണ്ട എന്നുള്ളത് ഇങ്ങനെ തീരുമാനിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടി രാഗി ആരും വന്നില്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പം ഇവർ വന്ന് നമ്മളെ ചീത്ത വിളിച്ച് അങ്ങനെ നമ്മൾ ഡൗൺ ആയി പോകത്തില്ലല്ലോ. നമുക്കിപ്പം പറ്റുന്ന രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാം, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡ്രൈവ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പം സായി ഉള്ളതുകൊണ്ടല്ലോ ഓൾറെഡി, എയ്മി എന്തായാലും രാഗി ഉണ്ടെങ്കിൽ അവൾ ഓക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഫുൾ കാർ നിറഞ്ഞു. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഒരു വൈകുന്നേരം എത്ര മണിയോടെ ഞങ്ങൾ പോയെന്നാണ്, 2 മണി 3 മണി. ഞങ്ങൾ അവിടെ എത്തിയപ്പം 6 മണിയൊക്കെ ആയി. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ സ്ഥലം ഭയങ്കര ചൂട്, ഞങ്ങളൊക്കെ പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാനുള്ള കേബിൾ കൊണ്ടുപോയില്ല. അപ്പോൾ ഞങ്ങളെന്നാൽ അവിടെ റിസപ്ഷൻ ചെന്ന് ചോദിച്ചു. റിസപ്ഷൻ ചെക്കിങ് ചെയ്ത് അവരങ്ങനെ ചെക്കൊന്നും ചെയ്തിട്ടില്ല, എത്ര ആൾക്കാർ വന്നു എന്നൊന്നും ചെക്ക് ചെയ്തില്ല. ബട്ട് അവർ രാത്രി ഒരു ചെക്കിങ് ഉണ്ടാവും. നമ്മൾ ഒരു ടെൻറ്റിന് പകരം 2 ടെൻറ്റ് അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞ റിക്വയർമെൻറ്റ്സ്, ഒരു ടെൻറ്റിനകത്ത് മാക്സിമം കയറ്റാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 6 പേരാണ്. 8 പേരുടെ ടെൻറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ 6 പേരുടെ ടെൻറ്റ്. അതിനുള്ള ഒരു പിച്ച് നമ്മൾ രണ്ടാമത്തെ പിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. പക്ഷേ ഞങ്ങളോട് ക്വസ്റ്റ്യൻ വന്നില്ല. പിള്ളേരൊക്കെ എത്ര പേരുണ്ടെന്ന് പോലും ഞങ്ങളോട് ചോദിച്ചില്ല. ഫെലിക്സിൻ്റെ പേരിലാണ് ബുക്ക് ചെയ്തിരുന്നതും. അപ്പോൾ ഇവിടെ ചെന്ന് ഫെലിക്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാധനമൊക്കെ എടുത്ത് തന്നു, കാണിച്ചു തന്നു, മാപ്പ് തന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റി തരാം, കാരണം നിങ്ങളുടെ കണക്ട് ചെയ്യാനുള്ള സാധനമില്ലല്ലോ, ഇലക്ട്രിസിറ്റിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാധനമില്ലല്ലോ, അവരുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ മാറ്റി തരാം. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്
ഈ ലോക്കേഴ്സ് ഉണ്ട്, നമ്പർ ലോക്കേഴ്സ് ഉണ്ട്, അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അതായത് നമുക്ക് പേടിക്കേ വേണ്ട, നമ്മുടെ പവർ ബാങ്ക് അവിടെ കൊണ്ട് കുത്തിവെക്കാം, നമ്മുടെ ഫോൺ അവിടെ കൊണ്ട് കുത്തിവെക്കാം. അതുപോലെ ഷവർ റൂമുകളുണ്ട്, ടോയ്ലറ്റൊക്കെ ഭയങ്കര വൃത്തി, ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ടോയ്ലറ്റുകളൊക്കെ. ഷവർ റൂമൊക്കെ ഭയങ്കര എക്സ്ട്രാ ക്ലീൻ. അതുപോലെ വെള്ളം എടുക്കാനുള്ള സ്ഥലമുണ്ട്, ഐസ് ഫ്രീസർ, അത് നമുക്ക് ഐസ് പാക്ക് ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഞാനൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല, ഐസ് പാക്ക് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് വെച്ചു. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തണുക്കൂല. അപ്പോൾ ഞങ്ങളുടെ കുറേ കുഞ്ഞു കുഞ്ഞു ഫ്ലാസ്കുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങനെ കുടിക്കും. അത് ഒക്കെ പിന്നെയില്ലേ, ആ മലമോളിൽ നിന്ന് ഞങ്ങൾ താഴത്തേക്ക് പോയി. ഞങ്ങളുടെ കാറും കൊണ്ട് പോകാൻ പറ്റും. ഞങ്ങൾക്ക് പറഞ്ഞു വെച്ചേക്കണ പോലെ, അതായത് ദൈവം ഇങ്ങനെ എടുത്തു വെച്ചേക്കണ പോലെ ഒരു സ്പോട്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പോട്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ അത് ഒരു വയറ് കെട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ വഴി ആരും ഇറങ്ങരുതെന്നായിരിക്കും, ആരും ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ. അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇച്ചിരി നമ്മളിങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇച്ചിരി ഇങ്ങനെ അകന്നു ഇരിക്കുന്നുണ്ട് ആ വയറ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഞങ്ങൾ ക്യാമ്പ് മറ്റേ പോപ്പ് ടെൻ്റ് ആണ്. പോപ്പ് ടെൻ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ടെൻറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ് ഫിറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് വലിക്കുക, ക്ലിപ്പ് ഉണ്ട്, ഒരു സാധനമുണ്ട് ക്ലിപ്പ്, 4 മൂലയിലെ ക്ലിപ്പ് ഇടുക, പിന്നെ ഇത് വലിച്ച് നിലത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഉറപ്പിക്കുക എന്നുള്ള പരിപാടി ഉണ്ട്. പക്ഷെ ഞങ്ങളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, ആ സാധനം കൊണ്ടുപോകാൻ മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചൊന്നുമില്ല. ഞങ്ങൾ ബാഗൊക്കെ വെച്ചു, 4 മൂലയിലും ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ, അതൊരു മൂല കൊണ്ടുവച്ചു. പിന്നെ കൊണ്ടുപോയി ബിഗ് ഷോപ്പറും സാധനങ്ങളൊക്കെ 4 മൂലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ സെറ്റായി. പിന്നെ വലിയ കാറ്റുണ്ടായിരുന്നില്ല ആ സമയത്ത്, രാത്രിയായിരുന്നു കാറ്റ്, പിറ്റേ ദിവസം രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു. എനിവേ കാറ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് നടക്കണ്ട. ബീച്ചിൻ്റെ സമയത്തൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നിരുന്നു, അതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നി. എനിവേ ഞങ്ങൾ അവിടെ കയറി, ഞങ്ങൾ താഴോട്ട് കൊണ്ടുപോയി. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമ്മളൊരു ഹെല്ലെന്ന് വിചാരിച്ച സ്ഥലത്തുനിന്ന് ഒരു ഹെവനിലേക്ക് എത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അയ്യോ, ഞാൻ വെച്ചാൽ ഫെലിക്സിനും ജസ്റ്റിനും ഒക്കെ ഒരുപാട് മിസ്സായിപ്പോയി അങ്ങനെ ഒരു ട്രിപ്പ് എന്ന് എനിക്ക് ഫസ്റ്റ് ടൈം തോന്നി. അത് കണ്ടപ്പോഴാണ്, ആ സീനറി കണ്ടപ്പോഴാണ്. ഒരു മല, നമ്മുടെ വീട്ടിൽ വലിയൊരു മല, അതിൻ്റെ താഴെ ഒരു അരുവി, ആ അരുവിയുടെ തീരത്ത് നമ്മളൊരു കുഞ്ഞു കുടിൽ വെട്ടി താമസിക്കുന്നു. ആ ഒരു വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം സെറ്റായി. ഞങ്ങൾ അരുവിയിലിറങ്ങി. അല്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചു ആദ്യം തന്നെ. അങ്ങനെ ചൂട് സ്ഥലത്ത് ബോളിരുന്ന ഫുഡ് കഴിച്ചത്, അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന കഴിച്ചത്. താഴെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അരുവിയിലിറങ്ങി. അവിടെ പിള്ളേർ പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്തത്, അവിടെ കുറേ ഉരുളൻകല്ലുകളാണ്. നമ്മൾ പേടിക്കുന്ന, താഴെ വീണ് കഴിഞ്ഞാൽ തലയൊക്കെ ഇടിക്കുമോ, എൻ്റെ ദൈവമേ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റുമോ. സയ്യനെയൊക്കെ കൊണ്ടുവന്നിരിക്കും. നമ്മൾ വേറൊരു പേരൻസിൻ്റെ കൊച്ചിനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ പിള്ളേരും ഭയങ്കര സൂക്ഷിച്ചാണ് നടക്കുന്നത്. നമ്മൾ കുറച്ച് നേരം പിള്ളേർ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കല്ലിനൊന്നും വലിയ വഴുകലില്ല. ആ കല്ലൊക്കെ ഭയങ്കര സ്റ്റഡി, മീൻസ് നമ്മൾ കാല് തൊട്ടാലും അത് സ്റ്റേഡായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് പേടിക്കൊന്നും വേണ്ട, അവരെ നമുക്ക് ഫീൽ ഫ്രീ ആയിട്ട് വിടാം, പേടിക്കണ്ട. അങ്ങനെ സയയും ലോലയും ഒരേ ഏജ് ആയതുകൊണ്ട് ഗുരുന്ന് വർത്താന, ഫുൾ ടൈം ഒന്ന് വർത്താന. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എസ്തർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ലോല എൻജോയ് ചെയ്യത്തില്ലായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അവരുടെ ലോകത്തായിരുന്നു. പിന്നെ എമി ഞങ്ങളുടെ കൂടെ കൂടും. അവൾ ആ ഒരു ടീനേജ് കഴിഞ്ഞെങ്കിലും അവൾ മച്യൂരിറ്റി ആയിട്ട് പെരുമാറുന്നൊരു കൊച്ചാ. ഞങ്ങളുടെ കൂടെ അവളും കൂടി വർത്താനം പറഞ്ഞ്, ഗേൾസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരു ജഡ്ജിങ്ങും ഇല്ല. നമ്മൾ ഭയങ്കര ഫീൽ ഫ്രീ ആണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ഒരു ഫീൽ ഗേൾസ് ട്രിപ്പ് പോകണം. അതുപോലെ ഡ്രൈവിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഡ്രൈവിങ് ഒരുപാട് റിസ്കി ആയിട്ടുള്ള പല ഏരിയകളും ഉണ്ടായിരുന്നു. ഞാൻ ഫെലിക്സിൻ്റെ കൂടെ ഇവരൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ചെയ്യാത്തതൊക്കെ നമ്മളോട് വഴക്കിടാക്കുമല്ലോ. പക്ഷേ ഈ രാഗി എന്നോട് ഒരു വട്ടം പോലും പറഞ്ഞില്ല, എടീ നീ ഒന്നും നിങ്ങൾ സൂക്ഷിക്കടീന്ന്, അല്ലെങ്കിൽ പോരണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അത് പാവം. അത് എനിക്ക് ഭയങ്കരമായിട്ട് അവളോട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരിക്കലും എന്നെ അവൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യോ, അവളെന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കും ഒന്നും ചെയ്തില്ല. അവളെന്നെ വിശ്വസിച്ച് കംപ്ലീറ്റ് ഞാൻ വണ്ടി എത്തിച്ചവളും അവൾക്ക് വല്ല ഉറപ്പുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു നമ്മുടെ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പല സാഹചര്യങ്ങളിലും ഇങ്ങനെ ഹാപ്പിന്ന് ഇങ്ങനെ കയറി പോകണം മുകളിലേക്ക്. നമ്മുടെ വയനാട്ടിലൊക്കെ ചുരം പറഞ്ഞാൽ നമ്മുടെ കുതിരോട്ടം പപ്പൊക്കെ പറയണ പോലത്തെ ചുരമൊക്കെ ആയിരുന്നു. ഇങ്ങനെ കയറി തുടങ്ങുമ്പോഴും അറിയണം പെട്ടെന്നൊരു വെട്ട് മുകളിലേക്ക്. അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഓൾറെഡി അഡ്രിനാലിൻ റഷ് ഉണ്ടാവുന്നുണ്ട്. അവൾ പറഞ്ഞ് ചിരി ഓടിച്ച്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കുഞ്ഞു വഴി, ഇത്രയും നീളമുള്ളൂ. അപ്പോൾ ഒരു കാറ് 2 ടയറുകൾ സൈഡിൽ, പിന്നെ സ്ഥലമില്ല. അപ്പോൾ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എവിടെ കൊണ്ടുപോയി സ്ഥലം കൊടുക്കും, പുറകോട്ട് പോകണം, അല്ലെങ്കിൽ ആ കാർ മുമ്പോട്ട് പോകണം. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ കാർന്ന് വരല്ലേ. രസമാണ്. പിന്നെ കുറേ നല്ല സീനറിയുള്ള വഴികൾ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലൊക്കെ കയറി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചൊരു നടക്കാതെ തിരിച്ചത് ഞങ്ങൾ വേറെ വഴിക്കിടെ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതുകൊണ്ട് ഡ്രൈവിങ് 4 മണിക്കൂർ പോയതറിഞ്ഞില്ല. വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഫീൽ ഫ്രീ ആയിട്ട് ഞാൻ കുറേ വർത്താനം പറഞ്ഞു. അവളും കുറേ വർത്താനം പറഞ്ഞു. പിള്ളേർ ഫുൾ വർത്താനം പറയും കിടന്ന്. അതുങ്ങൾ സാധനം ഉറങ്ങാൻ ചെയ്യാറ്. കാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോല പിന്നെ ഉറങ്ങുക ചെയ്യാറ്. അവിടെ ചെല്ലുമ്പോൾ എനിക്കത്തുള്ളൂ. പക്ഷേ സായി ഉള്ളതുകൊണ്ട് അവളും ഭയങ്കര ഹാപ്പിയായിരുന്നു. സായിക്ക് ഭയങ്കര, അവളുടെ ആദ്യത്തെ ക്യാമ്പിംഗ് ട്രിപ്പായിരുന്നു. അവളും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ രാത്രി തൊടിയിലൊക്കെ കളിച്ച് കുളിച്ച് വെള്ളത്തിൽ കുതിർന്ന് തണുത്ത് വിറച്ച് അകത്ത് കയറി. അന്നേരം ഈ ചൂടാണെന്നോർത്ത് ഞങ്ങൾ അധികം സാധനങ്ങൾ കൊണ്ടുപോയില്ല. അതായത് തണുപ്പിനുള്ള സാധനങ്ങൾ അധികം കൊണ്ടുപോയില്ല. കാരണം ഇവിടുന്ന് ബോയിലിംഗ് ചൂട്, രാത്രി പുതപ്പ് പോലും പുറയ്ക്കാൻ പറ്റാതെ ഇരുന്ന് കിടന്നുറങ്ങുമ്പം അവിടെ പോയിട്ട് എന്തിൻ്റെ പുതപ്പിൻ്റെ ആവശ്യം വരിക എന്നാണ്
നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുപോയില്ല, കട്ടിയുള്ള പുറപ്പ് കൊണ്ടുപോയില്ല, എല്ലാം കൊണ്ടുപോയത് ബെഡ്ഷീറ്റ് പോലത്തെ കുഞ്ഞ് കട്ടി കുറഞ്ഞത്. അതും പിള്ളേരുള്ളതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ മോശമല്ലെന്ന് ഓർത്താണ് ഞാനിതൊക്കെ കൊണ്ടുപോയത്. എങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടന്നത്, 5 പേര് ഒരുമിച്ചാണ് കിടന്നത്. സ്റ്റിൽ ഞാൻ ലോറയുടെ അടുത്താണ് കിടന്നത്. ആ കുഞ്ഞ് ശരീരത്തിൽ നിന്ന് എന്ത് ചൂട് കിട്ടാനാ? ഞാനിന്ന് തണുത്ത് വരച്ചിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ? കുറേ നേരം ഇങ്ങനെ എഴുന്നേറ്റ് കിടന്ന് വലത് ഇങ്ങനെ ചിന്തിച്ച് കിടന്നു. അവസാനം ഞാൻ രാഗിയുടെ അടുത്ത് പോയി കിടന്നു, എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അവസാനം 5 മണി ആയപ്പോഴാണ് ബോധോദയം ഉണ്ടായി. എന്തിനാ ഇത്രയും കഷ്ടപ്പെടണേ? ആ കാർ തൊട്ടടുത്ത് കാർ കിടപ്പില്ലേ, കാറിൽ പോയിട്ട് ആ ഹീറ്റർ